തീർച്ചയായും വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. മലപ്പുറം വഴിക്കടവിൽ വെള്ളക്കെട്ടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി പന്നിക്കടിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. 2 വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന 2 ബന്ധുക്കളായ വിദ്യാർത്ഥികളെന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേർക്ക് കൂടി ഷോക്കേറ്റിരുന്നു. അവരുടെ നില ഗുരുതരമല്ല, അപകട നില തരണം ചെയ്തു. പക്ഷേ അനന്തു എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി 15-കാരനാണ് ദാരുണാന്ത്യം. പന്നിക്ക് വെച്ച കെണി അവിടെ നിയന്ത്രിതമായ അളവിലധികം അല്ലെങ്കിൽ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി വേലി എന്ന ഈ ഘട്ടത്തിൽ വിവരം വരുന്നു. അങ്ങനെ മെയിൻ ലൈനിൽ നിന്ന് തന്നെ ഈ പന്നിക്കടിയിലേക്ക് വൈദ്യുതി പ്രവഹിച്ചു, അല്ലെങ്കിൽ വേലിയിലേക്ക് വൈദ്യുതി പ്രവഹിച്ചു. അവിടെ നിന്ന് ഈ കുട്ടിക്ക് ഷോക്കേറ്റു, മരിച്ചു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ UDFന്റെ പ്രതിഷേധം റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നിലമ്പൂർ ബാംഗ്ലൂർ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് സാഹചര്യം കൂടിയാണ്. മുമ്പ് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ അവിടെ ആശുപത്രി സന്ദർശിച്ചിരുന്നു. അല്പം മുമ്പ് NDA നേതാവായ ഷോൺ ജോർജാണ് പ്രതികരിച്ചത്. ഇപ്പോൾ കർഷകന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അയാൾ ഇത്തരത്തിൽ അപകടകരമായ നിലയിൽ ഒരു കെണി ഒരുക്കാൻ സാഹചര്യം, അതിൻ്റെ സാഹചര്യത്തെ പറ്റിയാണ് പരിശോധിക്കേണ്ടതെന്നാണ് NDA ഭാരവാഹി കൂടിയായ ഷോൺ ജോർജ് ഇപ്പോൾ പറഞ്ഞത്. ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ KSEBയെ ഒരു വശത്ത് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, അല്ലെങ്കിൽ KSEBയുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായി, ഇത്തരത്തിൽ വൈദ്യുതി ലൈൻ വലിച്ചു കെണി ഒരുക്കാനുള്ള സാഹചര്യം ഉണ്ടായി, അത് പരിശോധിച്ചില്ല എന്ന് KSEBക്കെതിരെ ആരോപണം നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് കർഷകൻ എന്തുകൊണ്ട് ഇങ്ങനെ അപകടം പിടിച്ചൊരു കെണി, ജീവന് തന്നെ ഹാനികരമാകുന്ന തരത്തിൽ, ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു അപകടകരമായ കെണി ഒരുക്കേണ്ട സാഹചര്യമുണ്ടായി എന്നതുകൂടി പരിശോധിക്കണമെന്ന് BJPയുടെ ആരോപണവും ആക്ഷേപവും മറുവശത്ത് ഉയരുകയാണ്. തീർച്ചയായും നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങൾ കണ്ടതാണ്. അതായത് BJP നേതാവ് ഷോൺ ജോർജ് അല്പസമയം മുൻപാണ് ഇവിടെ എത്തിച്ചേർന്നത്. വിഷയം അറിഞ്ഞ് അദ്ദേഹം അല്പസമയം മുൻപാണ് ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും ഈ സമരം ഇവിടെ തുടരുകയാണ്. BJP നേതാവ് ഷോൺ ജോർജ് പ്രധാനമായും പറഞ്ഞ കേന്ദ്ര നിയമത്തിൽ വേട്ടയാടാൻ അനുവാദമുണ്ട്, അത് പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന് അനുവദിക്കുന്നില്ല എന്നാണ് BJP നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു വെച്ചത്. കൂടുതൽ UDF നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വഴിക്കടവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ എത്തിച്ചേരുന്നു. എന്തായാലും നാളെ രാവിലെ ഇതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് കാരണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 3 പേർക്ക് ഷോക്കേൽക്കുന്നു, ഒരാൾക്ക് മരണം സംഭവിക്കുന്നു, ഒരാൾക്ക് ഗുരുതര പരുക്കാണ് ഏറ്റിരിക്കുന്നത്. ഇതിൽ KSEBയുടെ അനാസ്ഥ എന്ന തരത്തിൽ UDFും അതുപോലെ തന്നെ BJPയും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഡയറക്റ്റ് നേരിട്ട് KSEB ലൈനിൽ നിന്നാണ് വലിച്ചിരിക്കുന്നത്. ഈ ലൈൻ വലിച്ചിരിക്കുന്നത് അത് എന്തുകൊണ്ട് KSEB അറിഞ്ഞിട്ടില്ല എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഈ മേഖലയിൽ നടക്കുന്നു. പ്രധാനപ്പെട്ട പാതയാണ്, മറ്റ് പാതകളിലൂടെ ആളുകൾ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാലും ഒരു രാഷ്ട്രീയ വിവാദം കേവലം മലപ്പുറം വിവാദത്തിലും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ ചുരുങ്ങി നിന്ന സമയത്ത് കൃത്യമായ രീതിയിൽ വന്യജീവി പ്രശ്നം, മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നം ഉയർത്തിക്കാണിക്കും കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാലും അനന്തു എന്ന യുവാവിനാണ് ഇപ്പോൾ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം, പോലീസ് അടക്കമുള്ള ആളുകൾ, ഹൈവേ പോലീസ് അടക്കം ഒരു മേഖലയിൽ ഉണ്ട്. എന്തായാലും UDFന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. നേരത്തെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നിരുന്നു, അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. എന്തായാലും UDF ഇപ്പോൾ ഉറപ്പായും സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. കൂടുതൽ UDF പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. പൊടുന്നനെ തന്നെ UDF പ്രവർത്തകരും ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വലിയ പ്രതിഷേധം ഈ പാതയിൽ തുടരുകയാണ്. ഗതാഗത കുരുക്കുണ്ട്, ചെറിയ റോഡുകളാണ് മറ്റു മേഖലകളിലൂടെ കടന്നു പോകുന്നത്. ആ മേഖലയിലൂടെ കടന്നു പോകുന്ന അത്തരത്തിലുള്ള റോഡുകളിലൂടെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പ്രതിഷേധം UDF പ്രവർത്തകർ ഇവിടെ തുടരുകയാണ്.